നമസ്തേ എവരി വൺ. നമ്മൾ ബിസിനസ് ഫണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാവരുടെ മനസ്സിലും വരുന്നത് ലോണാണ്. ലോൺ സിൻഡിക്കേഷൻ നടത്തി കൊടുക്കുന്ന ഒരുപാട് ഏജൻസീസ് കേരളത്തിലുണ്ട്. അപ്പോൾ എൻ്റെ തന്നെ ശിഷ്യന്മാരുണ്ട്. അപ്പം മലബാർ മേഖലയിൽ മാത്രമായിട്ട്, ഇല്ലെങ്കിൽ തലസ്ഥാന ഏരിയയിൽ, കൊല്ലം ഏരിയയിൽ മാത്രമായിട്ട് ചെയ്യുന്ന, കൊച്ചിയിൽ ചെയ്യുന്ന, ഇവരൊക്കെ നല്ല ലോണിൻ്റെ സിൻഡിക്കേഷൻ 50 കോടി 100 കോടിയുടെയൊക്കെ ലോണ് അത് പ്രത്യേകമായിട്ട് എടുത്തു കൊടുക്കാതെ, ചെറിയ ലോണൊന്നും അവർക്ക് താല്പര്യം വരുന്നില്ല. പക്ഷേ ഞാൻ ലോണിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിപ്പിക്കുന്നേ ഇല്ല. എല്ലാം കാരണം ലോൺ സിൻഡിക്കേഷൻ നമ്മുടെ ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് വേണേൽ അവിടേക്ക് പോകാം. പക്ഷേ അത് നമുക്കെപ്പോഴും ഒരു ഡെറ്റാണ്. ഓരോ ദിവസം രാത്രിയും ഒക്കെ നമുക്കിത് പലിശ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത വേറെ ഒരുപാട് നമുക്ക് ഫണ്ടിൻ്റെ സോഴ്സസ് ഉണ്ട്. ഞാൻ ചില ഫണ്ടിൻ്റെ സോഴ്സ് പറയാം. നിങ്ങളതിൻ്റെ സാധ്യത നോക്കി ചെറിയ ബിസിനസ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഫണ്ട് ചെയ്യാമെന്ന് ഞാൻ എങ്ങും സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. വളരെ വലുതായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരെയും കൃത്യമായി ആ ഫണ്ടിനെ വിനിയോഗിച്ച് ബിസിനസ് വളരെ വലിയ രീതിയിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് ഞാനിത് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഫണ്ടിങ്ങിന് കിട്ടാനായിട്ട് പൊതുവേ നമ്മുടെ കമ്പനിക്കകത്തൊരു വിമൺ നമ്പറാണ് നോക്കുന്നത്. ഇപ്പോൾ 5 പേര് കമ്പനിക്കകത്തുണ്ടെങ്കിൽ 3 പേര് വിമൺ ആണെങ്കിൽ ഫണ്ടിങ്ങിന് നമുക്ക് സാധ്യത, അതിനുവേണ്ടി മാത്രം ഫണ്ട് ചെയ്യുന്ന വിമൻ ആന്ത്രപ്രനേഴ്സിന് വേണ്ടി ഫണ്ട് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് വലിയൊരു ഹെൽപ്പാണ്. ഈ രണ്ടാമത് നമുക്ക് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഫണ്ടിങ് നടക്കുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സാണ്. അതെല്ലാം വ്യക്തികളാണ്. വ്യക്തികൾക്ക് അവർക്ക് വലിയ ലാഭം കിട്ടുന്നവർ, ഇട്ട ഫണ്ടിൻ്റെ 100 ടൈംസ് ഒക്കെ കിട്ടുന്നവർ ഈ കേരളത്തിൽ പോലും ഉണ്ട്, ബാംഗ്ലൂരും ഉണ്ട്. അതിന് പൊതുവേ നമ്മൾ പറയുന്ന പേരാണ് ഏഞ്ചൽ എന്നുള്ളത്. രക്ഷപ്പെടുത്താൻ വരുന്നവൻ എന്നുള്ളൊരു അതോടുകൂടി നമ്മൾ ഏഞ്ചൽ എന്ന് പറയുന്നത്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സാണ് എന്നൊക്കെയാണ് അവർ സാധാരണ രീതിയിൽ പറയുന്നത്. പിന്നെ നമുക്ക് അപ്പോൾ അതിനകത്ത് ഒരുപാട് ഞാൻ വേറൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ വിശദമായിട്ട് പഠിച്ച് DPR ഒക്കെ ഉണ്ടാക്കി, DPR ആണ് മെയിൻ. ഞാൻ DPR സെപ്പറേറ്റ് ഇപ്പോൾ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഒരുപാടുണ്ട്, രാജ്യം മുഴുവനും കിട്ടും. ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പോൾ അത് കൂടാതെ നമുക്ക് പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഞ്ചൽ ചെയ്യുന്ന പോലെ തന്നെ കമ്പനികൾ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേര് വെഞ്ചർ ക്യാപിറ്റലാണ്. അപ്പോൾ നമുക്ക് ഫണ്ടിങ്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് ഗ്ലോബലി ഉള്ളതുണ്ട്, ഇന്ത്യയിലുള്ളതുണ്ട്, സ്റ്റേറ്റിൻ്റെ ഉണ്ട്, ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യുന്നതുണ്ട്. വെഞ്ചറിന് വേണ്ടി തന്നെ പ്ലാനിങ് കമ്മീഷനിലേക്ക് അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ പ്രധാനമായിട്ടും നമുക്ക് മെഷീനറിയും പ്ലാന്റും മറ്റുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് വെഞ്ചർ ലീസിങ് ഉണ്ട്. ആ ഒരു നല്ല സൗകര്യമായിരിക്കും. പിന്നെ ഇപ്പോൾ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ഇതാണ്, പക്ഷേ വളരെ ഹൈലി ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് പിയർ ടു പിയർ ലെൻഡിങ്. അപ്പോൾ ഈ വാങ്ങുന്ന ആളെ കൊടുക്കുന്ന ആളെ അറിയണമെന്നില്ല. ഓക്കെ, കൊടുക്കുന്ന ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണമെന്നില്ല. പക്ഷേ അത് ലോണിലുള്ള ഇവർ 2 കൂട്ടരുടെയും പ്രൊഫൈൽ കൂട്ടിമുട്ടിച്ച് അവസാനം അവർ തമ്മിലിരുന്ന് മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ മാത്രമായിരിക്കും ബാക്കിയെല്ലാം ചെയ്യുന്നത്. ആൻഡ് ബിറ്റ്വീൻ ടെക്നോളജി ആയിരിക്കും ചെയ്യുന്നത്. നല്ല ഒരു മെത്തേഡാണ്. അപ്പോൾ അത് മണിയായിട്ട് തിരിച്ചു കൊടുക്കുന്നത്, സ്റ്റേക്കായിട്ട് തിരിച്ചു കൊടുക്കുന്നതൊക്കെ ആയിട്ട് ഒരുപാട് മെത്തേഡുകളുണ്ട് പിയർ ടു പിയർ. അത് വളരെ വിശദമായിട്ട് നമുക്കത് പഠിക്കാം. വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാവുന്നതാണ് ക്രൗഡ് ഫണ്ടിങ്. ക്രൗഡ് ഫണ്ടിങ് നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ കാണുന്നത് $1 ഇല്ലെങ്കിൽ നമ്മൾ 20 രൂപ 40 രൂപയൊക്കെ പെർ ഹെഡിൽ 200 രൂപ 500 രൂപയൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയല്ല, ക്രൗഡ് ഫണ്ടിങ് ചെയ്യുന്നത് ഞാനും എൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ചെയ്തിട്ടുണ്ട്. 10-20 ലക്ഷം രൂപ, 10 ലക്ഷം 10 ലക്ഷം, ഇല്ല 20 ലക്ഷം രൂപ, 5 ലക്ഷം, ഇങ്ങനെ നമുക്ക് ക്രൗഡ് ഫണ്ട് ചെയ്യുന്ന നാട് മുഴുവൻ പോകുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് 100 ആൾക്കാരിലേക്ക്, 150 ആൾക്കാരിലേക്കൊക്കെ പോയ ആവശ്യത്തിന് ഫണ്ടാവും. അതുതന്നെയല്ല, നമുക്ക് അവരുമായിട്ട് ചേരാൻ പറ്റിയ ആൾക്കാരിൽ നിന്ന് മാത്രം എടുക്കാം. പിന്നെ മറ്റൊന്നാണ് ഇക്വിറ്റി, പ്രൈവറ്റ് ഇക്വിറ്റി ഫിനാൻസിങ്. അതെന്താണെന്ന് ചെയ്യുന്നത്, നമ്മൾ ഇക്വിറ്റി അങ്ങോട്ട് കൊടുത്തിട്ട് അതിനുള്ള ഫണ്ട് നമുക്ക് തരും. അവർ ആ പ്രതീക്ഷിക്കുന്ന ലാഭമായി കഴിയുമ്പോഴത്തേക്ക് അവരത് എടുത്തിട്ട് ബാക്കി നമുക്ക് വിട്ടു തരികയോ അല്ലെങ്കിൽ ഓപ്പൺ ഇതിൽ വിൽക്കുകയോ ചെയ്യും. നമ്മുടെ ഷെയറാണ് കൊടുക്കുന്ന കമ്പനി. അടുത്തത് നമുക്ക് റോയൽറ്റി ഫിനാൻസിങ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ റവന്യൂ നമുക്ക് എത്രമാത്രം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട്, പ്രോഫിറ്റ് നമ്മൾ കണ്ടുകൊണ്ട് അതിനെ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ലെൻഡിങ് കിട്ടും. നല്ല മെത്തേഡാണ്. പിന്നെ നമുക്ക് അടുത്തതുള്ളത് ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി നമ്മളാക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്യൂയിങ് ഷെയർസ്. നമ്മുടെ ചെറിയ കമ്പനി ആണെങ്കിൽ പോലും, നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും ചിലപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അതായത് നമ്മളുടെ അതേ ബിസിനസ് ചെയ്യുന്നതോ പരസ്പര പൂരകങ്ങളായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കാവുന്ന കമ്പനികൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളുടെ ഷെയർസ് പലപ്പോഴും പർച്ചേസ് ചെയ്ത് അവരുമായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് പറ്റും. അടുത്തത് നമുക്ക് എക്യുപ്മെൻറ്റ് ആൻഡ് മെഷീനറി ലോൺസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതിനകത്ത്
മിഷനറി ഒക്കെ ആണെങ്കിൽ നമുക്കത് വളരെ അതായത് സെല്ലർ അവിടെ ഫണ്ട് ചെയ്യുകയാണ്. നമുക്ക് ചെറിയ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന കുറേ ഇതുണ്ട്. മറ്റൊന്ന് ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്, IPO. കേരളത്തിലേക്ക് IPO നല്ല കുറവുണ്ട്, വളരെ ചുരുങ്ങിയതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ സ്കിൽഡ് പ്രൊഫഷണൽസ് ഇല്ലാഴികയുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഓൾറെഡി തന്നെ മുംബൈയിൽ ഞാനത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത്. തന്നെയല്ല, ഈ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ BMS 6 ഫണ്ടിങ്ങിൻ്റെ ക്ലാസ്സിനകത്ത് അവരുടെ അസിസ്റ്റൻസ് നമുക്കുണ്ടാകും. ഓക്കെ, ഈ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും ഫ്രീ ആയിട്ടല്ല, അവർ പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആണ്. വി ഹാവ് ടു പേ ഫോർ ദാറ്റ്. നമ്മളിപ്പം ഫണ്ടിങ്ങിൻ്റെ ക്ലാസ് ഇപ്പോൾ നടക്കുമ്പോൾ 5-6 ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കോസ്റ്റ് അക്കൗണ്ടൻറ്റും കമ്പനി സെക്രട്ടറിയും അങ്ങനെ മറ്റ് ഫൈനാൻഷ്യൽ വേൾഡിലെ ഈ പ്രൊഫഷണൽസ് നമ്മുടെ കൂടെ ലോയേഴ്സും എല്ലാമായിട്ട് നമുക്കുണ്ടാകും. അപ്പോൾ അവർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവരുടെ സേവനം ഒരിക്കലും ഫ്രീ അല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവർ മിതമായിട്ട് ചാർജ് ചെയ്യും. ഓക്കെ, അത് മനസ്സിലിരിക്കണം. പിന്നെ അടുത്തുള്ള അപ്പോൾ IPO വഴി നമുക്ക് പബ്ലിക് ഫണ്ട് എടുക്കാം. പിന്നെ നമുക്ക് മാർക്കറ്റ് ബ്രാൻഡും ഗുഡ് വില്ലും വെച്ചിട്ട് നമുക്ക് ലെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സൽപ്പേര് തുടക്കം മുതലേ ഒരുപാട്, നിങ്ങളുടെ സൽപ്പേര് സ്ഥാപനത്തിൻ്റെ സൽപ്പേരും നല്ലപോലെ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അടുത്തത് നമുക്ക് പാർട്ട്ണർഷിപ്പ്, സ്ട്രാറ്റജിക് അലയൻസസ് നല്ല ഒരു മെത്തേഡാണ്. അത് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ പഠിക്കാനുണ്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഗവൺമെൻറ് ഗ്രാൻഡ് ഉണ്ട്, ഫൈനാൻഷ്യൽ സപ്പോർട്ട്സ് ഉണ്ട് പല ഇനിഷ്യേറ്റീവ്സിനും. പ്രയോറിറ്റി ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പിന്നെ സപ്ലയർ ആൻഡ് ഹോൾസെല്ലർ ഫിനാൻസിങ് നല്ല ഒരിതാണ്, നമ്മളത് റീറ്റെയിൽ ആക്കിയിട്ട് ക്യാഷ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ പ്രൈവറ്റ് ഫണ്ടിങ്, ഡിസ്കൗണ്ടിങ്, നമ്മളിപ്പോൾ ഈ നമുക്ക് ബില്ലൊക്കെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അത് ഡിസ്കൗണ്ട് ചെയ്ത് തരും. മറ്റവരിൽ നിന്നും ക്യാഷ് കിട്ടുമ്പോൾ അവരെടുക്കും, ഇടയ്ക്ക് ഒരു ചെറിയ മാർജിൻ എടുക്കുമെന്നുള്ളൂ. ഫ്രാഞ്ചൈസിങ് പ്രോപ്പർലി ചെയ്യുവാണെങ്കിൽ, ചെയ്തു തരാൻ അങ്ങനെയുള്ള പ്രൊഫഷണൽസ് മുന്നേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എക്സലൻ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതിനകത്ത് കുറച്ച് പഠിക്കാനുണ്ട്. BMS 9-നകത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. ഓക്കെ, എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്നത് നേരിട്ട് മാനുഫാക്ചേഴ്സിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവരുടേതായ ചിലപ്പം സ്കീമുകളുണ്ടാകും അവർ. പിന്നെ അതുകൂടാതെ ഈ ലീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് വേസ്റ്റ് എല്ലാം നമ്മൾ വളരെ കുറച്ച് ഫിനാൻഷ്യൽ എഫിഷ്യൻസി കൊണ്ടുവരുന്ന മെത്തേഡാണ്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ലീഗലി വളരെ പ്രോപ്പറായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇപ്പം RBIയുടെ പെർമിഷൻ എടുത്തുകൊണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ എടുത്തുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ബിവെയർ, ടെററിസ്റ്റ് ഫണ്ടുകളോ കറപ്ഷൻ ഫണ്ടുകളൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ റിസ്ക് നമുക്കുണ്ടാകാം. അതല്ലാതെ ക്ലീൻ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആയിരക്കണക്കിന് ഓർഗനൈസേഷനുണ്ട്. നമ്മൾ അവരെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണ് അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നല്ലൊരു സോഴ്സാണ്. പിന്നെ നമുക്ക് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് വേണ്ടി മാത്രമായിട്ട് ഫണ്ടിങ്ങിനുള്ള ഓർഗനൈസേഷൻ പർട്ടിക്കുലർലി ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എംപ്ലോയി ഷെയർ നമുക്ക് കൊടുക്കാൻ പറ്റുക, അതായത് ഇപ്പം നമുക്ക് 200 എംപ്ലോയീസ് ഉണ്ട്, അതിനകത്ത് ചിലപ്പം 50 പേർക്ക് ഷെയർ വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി കാണും. അപ്പോൾ അവരുടെ സ്മോൾ സേവിങ്സ് 5 ലക്ഷം രൂപ വെച്ച് ഇതിനകത്തോട്ട് ഇടുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഫണ്ടുമായി അവർക്കൊരു ബെറ്റർ സേവിങ്സ് കൊടുക്കുക, അവർക്ക് ഉത്സാഹത്തോടു കൂടി നിൽക്കുകയും ചെയ്യും. ചില സ്കൂളുകൾക്കൊക്കെ ഇത് ചെയ്യാനായിട്ട് പറ്റും. നമ്പർ ഓഫ് എംപ്ലോയീസ് ഉള്ള ഹോസ്പിറ്റൽസിനൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് US തന്നെയാണെങ്കിൽ എംപ്ലോയി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് തന്നെയുണ്ട്. അപ്പോൾ അവർക്ക് പ്രയോറിറ്റി കൊടുത്ത്, പക്ഷേ അവരുടെ കയ്യിലുള്ള ഫണ്ടെല്ലാം ഇടും. അടുത്തത് നമുക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പബ്ലിക് ഇക്വിറ്റി, ആ ഒരു മെത്തേഡുണ്ട്. ഇക്വിറ്റിക്കകത്ത് ആൾക്കാർ കൊണ്ടുവന്ന് ഇടുക. പിന്നെ ഈ നേരത്തെ പറഞ്ഞു ഇൻക്യുബേറ്റർ ആൻഡ് ആക്സിലറേറ്റർ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് ഈവൻ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പോലും ഉണ്ട്, ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ട്, അതുകൂടാതെ വെൽഫെയർ ഓർഗനൈസേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റവന്യൂ ബേസ്ഡ് ഫണ്ടിങ്, ഫിനാൻസിങ്, നമുക്ക് റവന്യൂ ഈ വർഷം ഇത്രയും കിട്ടും എന്ന് നേരത്തെ കഴിഞ്ഞ വർഷത്തേക്ക് നോക്കിയിട്ട് ആ റവന്യൂ കണക്ക് കൂട്ടിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ബാങ്കുകൾ തന്നെ നമുക്ക് ഫണ്ട് കിട്ടും, അല്ലാതെ തരുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് നല്ല ഫണ്ടിങ് ഉണ്ട്, ടാക്സ് എക്സംഷൻ ഉണ്ട്. 120% നമ്മൾ ഇടുന്നേ കഴിഞ്ഞും ആരാണോ ഫണ്ട് ഇടുന്നത് ആ ഫണ്ട് ഇടുന്നേ കഴിഞ്ഞും കൂടുതൽ അവർക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അക്കൗണ്ട്സ് റിസീവബിൾ, നമുക്കിനി കടം ഇങ്ങോട്ട് കിട്ടാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഫണ്ട് എടുക്കാം. പിന്നെ നമുക്ക് ഗവൺമെൻറ് ആൻഡ് സ്മോൾ ബിസിനസ് ക്രെഡിറ്റ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്, അപ്പോൾ ഗവൺമെൻറ് പ്രോഗ്രാംസ് ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് സബ്സിഡീസ് ഉണ്ട്, ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ട് ഒരുപാട് ഹെൽപ്പ് കിട്ടും. പിന്നെ ഈ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ
ഒക്കെ അഡ്വാൻസ് ഡിപ്പോസിറ്റ്, അപ്പോൾ നമ്മൾ പ്രത്യേക ഡിസ്കൗണ്ട് സൗകര്യങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. തന്നെയല്ല അവർക്ക് ഇപ്പോൾ ഈ ഉണ്ടാക്കുന്നതിലൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും. അടുത്തത് സ്ട്രാറ്റജിക് ഡെറ്റ് ഇക്വിറ്റി ഹൈബ്രിഡ്. അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫണ്ട് വാങ്ങിച്ചു, 5 കോടി രൂപ അടുത്ത് ഫണ്ട് വാങ്ങിച്ചു. പക്ഷേ ഇത് നമ്മളുടെ എന്ത് ചെയ്തു, അതിന് നമ്മൾ 5 കോടിക്കകത്ത് 2 കോടി നമുക്ക് ഡെറ്റും 3 കോടി ഇക്വിറ്റി ആയിട്ട് നമുക്ക് വേണേൽ ചേർക്കാം. രണ്ടും കൂടെ ചേർന്ന രീതിയിൽ പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആകാം. അവിടെ നമുക്ക് വേറെ ബാധ്യതയില്ലാത്തതാണ്. പിന്നെ ഫ്യൂച്ചർ കോൺട്രാക്ട്, പ്രൈവറ്റ് ഇക്വിറ്റി, പിന്നെ ഈ റിയൽ എസ്റ്റേറ്റിനൊക്കെ നമുക്ക് ഫണ്ട് മൊബൈലൈസ് ചെയ്യാനുള്ള വേറെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പിന്നെ ഫോറിൻ ലാർജ് ബ്ലെൻഡഡ് ഫണ്ട്സ് എന്ന് പറയും, ഫോറിൻ ലാർജ് ഗ്രോത്ത് ഫണ്ട് എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള അവർക്കൊക്കെ നമ്മുടെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഭയങ്കര താല്പര്യമായിരിക്കും. പക്ഷേ നമ്മളെക്കുറിച്ചുള്ള ഈ രേഖകളാണ് ഞാനിപ്പോൾ ഇതുവരെ നോക്കിയിട്ട് കേരളത്തിൽ ഇത്രയും വർഷത്തെ എൻ്റെ ഈ പഠിപ്പീരിനകത്തുനിന്ന് മതിയായ രേഖകളില്ലാത്ത പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ക്ലാസ് പെട്ടെന്ന് അടിച്ച് തീർത്തിട്ടങ്ങ് പോയാൽ പോരാ, കൂടെ ഇരുന്ന് രേഖകൾ എങ്ങനെ തയ്യാറാക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിനോട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനോ അവർക്ക് ആർക്കും ഒരു അളവിൽ കവിഞ്ഞ കമ്മിറ്റ്മെൻ്റ് ഇല്ല. രേഖകളും എവിഡൻസസും ഉണ്ടാകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ തന്നെ അത് പ്രത്യേകമായിട്ട് നിഷ്കർഷിച്ച് ആദ്യം മുതലേ ഉണ്ടാക്കിയെടുക്കണം. ഞാനതുകൊണ്ടാണ് ഈ ബിഗിനിങ് മുതൽ ഫസ്റ്റ് ഇയർ മുതൽ നഷ്ടമാണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ ടാക്സ് 10,500 രൂപ ടാക്സ് അടച്ച് തുടങ്ങി മുന്നോട്ട് പോകാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്, നമ്മുടെ എവിഡൻസിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഓൺലൈൻ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്, റൂറൽ ഡെവലപ്മെൻറ്റ് ഫണ്ടുണ്ട്, SME ഡെവലപ്മെൻറ്റ് ഫണ്ട്സ് ഉണ്ട്, പിന്നെ ഗവൺമെൻറ് സ്മോൾ ബിസിനസ് ക്രെഡിറ്റ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. പിന്നെ പലപ്പോഴും കസ്റ്റമേഴ്സ് നമുക്ക് എമൗണ്ട് കുറച്ച് കിട്ടാനായിട്ട് ഇങ്ങോട്ട് തന്നെ ഓഫർ ചെയ്ത് ചിലപ്പോൾ നമുക്ക് ഫണ്ട് ഇടാനായിട്ട് വേറെ അനവധി ഏതാണ്ട് ഒരു 200 ഫണ്ടോളം. പ്രധാനമായിട്ടും നമ്മളിത് പഠിക്കേണ്ടത് ഈ ഫണ്ടുകളാണ് ബാങ്ക് ലോണിനെ കഴിഞ്ഞൊക്കെ നല്ലത്. പക്ഷേ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് എന്നുള്ളതിന് നല്ല പ്രിപ്പറേഷൻ വേണം. ഞാൻ 4 ദിവസം കംപ്ലീറ്റ് നമ്മൾ ഹോട്ടലിലുണ്ട് പഠിക്കും. അപ്പോൾ അതിന് മുമ്പേ തന്നെ നമ്മൾ പഠിക്കേണ്ട കുറേ സാധനം, ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, പിന്നെ ഈ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്, കമ്പനി ലോസ്, നമുക്ക് ഈ അത്യാവശ്യമുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ പഠിച്ചിട്ടാണ് ഇരിക്കാൻ നമുക്ക് ഫുൾ എഫിഷ്യൻസി കിട്ടും. ഞാൻ ക്ലാസ്സിൽ വന്നോളാം, ഞാൻ ഭയങ്കര തിരക്കാണ്, ഇവിടെ ആരും നിങ്ങളുടെ പുറകെ ഓടി വരാൻ കാണില്ല. ചില ആൾക്കാർ എനിക്കറിയാം ലോണൊക്കെ കിട്ടുന്നുണ്ട്, അതല്ല ആക്ച്വലി നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി, അതിൻ്റെ 1000 ഇരട്ടി എടുക്കാനുള്ള പൊട്ടൻഷ്യാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവാം. ഇപ്പം മിസ്റ്റർ കൊച്ചൗസേപ്പ് ചിത്തലപ്പള്ളി പോലും അദ്ദേഹം പറയുന്നത് എന്താണ്, അന്ന് അദ്ദേഹം പിന്നെ IPOയ്ക്ക് പോകണ്ടെന്ന് എല്ലാവരും പറഞ്ഞു, 64 കോടി രൂപയുടെ ആവശ്യമുള്ളൂ, ബാങ്ക് പറഞ്ഞു, പലരും പറഞ്ഞു പോകണ്ട, നമ്മൾ തരാം, എല്ലാം പറഞ്ഞു. അദ്ദേഹം IPOയ്ക്ക് പോയതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 68 കോടി മൊത്തം എടുത്തതിന് പകരമായിട്ട് പുള്ളിക്ക് അങ്ങോട്ട് കമ്മിറ്റ്മെൻറ്റ് വന്നത് ഏതാണ്ട് 5,000 crores ആണ്. പക്ഷേ പുള്ളി പറയുന്നൊരു കാര്യം, അവരെല്ലാം വന്നപ്പോഴത്തേക്ക് അവരെല്ലാം കയറി ഇടപെട്ടപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് മെത്തേഡിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റി. ഇവരുടെ എല്ലാം സപ്പോർട്ട് കൂടിയപ്പം അവർക്ക് 5,000 crores നേട്ടം ഉണ്ടായപ്പം ഇദ്ദേഹത്തിന് 8,000 crores നേട്ടം ഉണ്ടായി. ഓക്കെ, അപ്പോൾ ആ വാക്യം നിൽക്കുക. നമ്മളെപ്പോഴും ഫണ്ട് പുറത്തുനിന്ന് എടുക്കുന്നത് നമുക്ക് വലിയൊരു സ്ട്രെങ്താണ്. ഒരുപക്ഷെ അദ്ദേഹം ലോൺ എടുത്ത് 64 കോടി നമ്മൾ ലോൺ എടുത്ത് അദ്ദേഹം പോയിരുന്നെങ്കിൽ ഇന്നും ഒന്നും ആകത്തില്ല. ആ സമയത്ത് അദ്ദേഹത്തിന് IPO എടുത്തതിലാണ്, IPO എന്നില്ല, നമ്മൾ പുറത്തുനിന്ന് വിദഗ്ധന്മാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഫണ്ട് എടുക്കുക തന്നെ വേണം. അപ്പോൾ ഇത് കാണുന്ന ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഞാൻ അടുത്ത ദിവസം തന്നെ ഇതിനെക്കുറിച്ചൊരു സൂം സെഷൻ ഉണ്ടാകും, നമുക്ക് അവിടെ കാണാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് എല്ലാം വലിയ തോതിൽ ഫണ്ട് ഇപ്പം 100, 250 കോടി നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയട്ടെ. അതിനുള്ള എല്ലാ ഇനിഷ്യേറ്റീവോടും കൂടി നമുക്ക് നേരത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ളവരാണെങ്കിലും ശരി, ഫർദർ യു ക്യാൻ അതിലങ്ങ് മാസ്റ്റർ ചെയ്യാം ഫണ്ട് എടുക്കുന്നതിൽ. അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പാർട്ട്ണർഷിപ്പൊക്കെ കൂട്ടാനായിട്ടൊക്കെ ഉള്ള ആരും നിങ്ങളെ സ്വീകരിക്കുന്നത്, കാരണം നിങ്ങൾക്ക് ഈ ടെക്നിക്ക് അറിയാവുന്നതുകൊണ്ട് 5 വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഈ ക്ലാസ് വീണ്ടും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓൾ ദി ബെസ്റ്റ്.